ശബരിമലയെ മുൻനിർത്തി സംസ്ഥാനത്ത് ധ്രുവീകരണത്തിനുള്ള ശ്രമം നടക്കുന്നതായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ. ബിജെപിയും കോൺഗ്രസും തമ്മിൽ അന്തർധാര സജീവമാണെന്നും ഗവർണർ ഇവരുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയ വസീഫ, സെനറ്റ് അംഗങ്ങളായി ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ ഇത് വ്യക്തമാക്കുന്നതായും ആരോപിച്ചു. സംസ്ഥാനത്തെ സർവകലാശാല സെനറ്റുകളിലേക്ക് ചാൻസലർ കൂടിയായി ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നവർ സംഘപരിവാറുകാർ മാത്രമല്ലെന്നും UDFകാരുമുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ 18 സെനറ്റ് അംഗങ്ങളെ നിർദ്ദേശിച്ചതിൽ 9:4:3 എന്ന പ്രൊപ്പോർഷൻ ആണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർക്ക് അനുവദിച്ചു കൊടുത്തത്. 9 BJPക്കാരെ അവിടെ സെനറ്റർമാരായി, സെനറ്റ് അംഗങ്ങളായി നിയമിച്ചപ്പോൾ 4 പേര് കോൺഗ്രസ്സാണ്, 3 പേര് മുസ്ലിം ലീഗാണ്. RSSന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്നാണ് ഗവർണർ നോക്കുന്നതെന്നും ഗവർണറെ നിയന്ത്രിക്കുവാനോ ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുവാനോ UDF തയ്യാറാവുന്നില്ലെന്നും വസീഫ് കുറ്റപ്പെടുത്തി. RSSന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറുടെ ഈ നിർദ്ദേശത്തെ ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നത് പോലെ ഈ കേരളത്തിനകത്തെ ഇടനിലക്കാരൻ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഇടനിലക്കാരനാണ് ഗവർണർ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നത് പോലെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരും. കോൺഗ്രസ് BJPക്ക് പഠിക്കുകയാണ്. ശബരിമലയെ മുൻനിർത്തി ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ശബരിമലയിൽ നുണപ്രചരണങ്ങൾ നടത്തുന്നതായും വസീഫ് ആരോപിച്ചു. രാഷ്ട്രീയ ലാഭത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഇതിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ചേർക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.